റെയിൽവേയുടെ അശാസ്ത്രീയമായ വികസനം ആരോപിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ബാലരാമപുരത്ത് സംഘടിപ്പിച്ചു. റെയിൽവേ വികസനത്തിന്റെ പേരിൽ ക്ഷേത്ര കമ്മിറ്റിയുമായി യാതൊരുവിധ കൂടിയാലോചനയും നടത്താതെ തികച്ചും ഏകപക്ഷീയമായി ക്ഷേത്രത്തിലെ വലിയ മഹാദേവ പ്രതിമയും അനുബന്ധ കെട്ടിടവും ഏറ്റെടുക്കാനുള്ള റെയിൽവേ റവന്യൂ അധികൃതരുടെയും നടപടികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ശക്തമായ പ്രതിഷേധവുമായി വിശ്വാസികൾ രംഗത്തെത്തിയത്. ബാലരാമപുരം തലയിൽ മേജർ ശ്രീ ഭരദ്വാജ ഋഷീശ്വര ശിവക്ഷേത്രത്തിലെ വലിയ മഹാദേവ പ്രതിമയും അനുബന്ധ കെട്ടിടവും തകർത്തുകൊണ്ടുള്ള വികസനത്തിനെതിരെയാണ് പ്രതിഷേധവുമായി മതേതര കൂട്ടായ്മ രംഗത്ത് വന്നത്. വികസനത്തിന് ഒരു തരത്തിലും എതിരല്ലെന്നും ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ക്ഷേത്ര കമ്മിറ്റിയും ജനപ്രതിനിധികളും രേഖാമൂലം അറിയിപ്പ് നൽകിയിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തയ്യാറാകാതെ തികച്ചും ഏകപക്ഷീയമായാണ് വലിയ മഹാദേവ പ്രതിമയും അനുബന്ധ കെട്ടിടവും ഏറ്റെടുക്കാനുള്ള നീക്കം നടത്തിയതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് വിഷയത്തിൽ നിയമപരവും ഉചിതവുമായ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതിനെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കലിനായി വലിയ മഹാദേവ പ്രതിമയ്ക്ക് മുന്നിലെത്തിയത് ദുരുദ്ദേശപരമായിരുന്നുവെന്നും പറയുന്നു. വിവിധ മതവിശ്വാസികളും ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുമുണ്ട്. അധികൃതരുടെ ഭാഗത്തുനിന്ന് വിശ്വാസികളെ വഞ്ചിക്കുന്ന കിരാത നടപടിയുമായാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ ജനകീയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും പ്രതിഷേധക്കാർ സൂചിപ്പിച്ചു. വികസനത്തിന് ഒരു തരത്തിലും എതിരല്ലെന്നും എന്നാൽ കൃത്യമായ മാനദണ്ഡം പാലിച്ച് വിശദമായ ചർച്ച ചെയ്തും ഇക്കാര്യത്തിൽ പരിഹാരം കാണണമെന്നും അഭിപ്രായപ്പെട്ടു. പ്രതിഷേധം കോവളം MLA അഡ്വക്കേറ്റ് M. വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ, ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് V. മോഹനൻ, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S. സുരേഷ് ഉൾപ്പെടെയുള്ള നിരവധി ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. കോവളം MLA അഡ്വക്കേറ്റ് M. വിൻസെന്റ് ചെയർമാനായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D. സുരേഷ് കുമാർ കൺവീനറായും 501 അംഗ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഈ പ്രദേശത്തെ വിശ്വാസികളും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളും സാമൂഹ്യ സംഘടനകളുടെയും സാമുദായിക സംഘടനകളുടെയും പ്രതിനിധികളും ജനപ്രതിനിധികളും ഇന്നിവിടെ സമ്മേളിച്ചത് റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായുള്ള ഭൂമി ഏറ്റെടുക്കൽ, ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ശ്രീ മഹാദേവൻ്റെ ശില്പം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഓഫീസും മഹാദേവൻ്റെ ശില്പവും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് കേവലം 1.5 അടി മാത്രമാണ് എടുക്കാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ 1.5 അടി എടുക്കുന്നതോടുകൂടി ഈ ശിവപ്രതിമ അതിൻ്റെ പല ഭാഗങ്ങളും നഷ്ടപ്പെടും. ഇത് വിശ്വാസികളെ വളരെയേറെ വേദനിപ്പിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഭാഗം ഒഴിവാക്കണമെന്ന് നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഒഴിവാക്കുന്നത് വരെ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങളെല്ലാവരും രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഇത് ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. അതിനാണ് ഇന്ന് ഇവിടെ കൂടിയ ആക്ഷൻ കൗൺസിലും ബഹുജനങ്ങളുടെയും യോഗം തീരുമാനമെടുത്തിട്ടുള്ളത്. വലിയൊരു കൂട്ടായ്മ ഈ വിഷയത്തിൽ രൂപം കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും ഈ രീതിയിൽ അക്വിസിഷൻ നടത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. റെയിൽവേ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവായ നിലപാടിൻ്റെ സൂചനകൾ നമുക്ക് ലഭിച്ചു. അത് ആധികാരികമായ ഒരു രേഖയായി അല്ലെങ്കിൽ ആധികാരികമായ ഒരു നിലപാടായി അവരുടെ ഒരു തീരുമാനമായി വരേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന റെയിൽവേ അധികൃതർ ഈ റവന്യൂ അധികൃതർക്ക് ആ നിർദ്ദേശം ഇന്ന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ സന്തോഷം ആണ് ആ കാര്യത്തിൽ ഉണ്ടാവുക. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ നമുക്ക് തീർച്ചയായും പ്രത്യക്ഷമായ സമരം, അതോടൊപ്പം തന്നെ അധികാരികളെ നേരിൽ കണ്ട് ഈ വിവരങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഒരു ആക്ഷൻ കൗൺസിലാണ് ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള സമരമാണെങ്കിൽ ആ നിലയിൽ, അതല്ല പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെ നമുക്കത് തീരുമാനമുണ്ടാക്കി എടുക്കേണ്ടതുണ്ട്. അതുവഴി ശിവഭക്തരുടെ എല്ലാ പ്രയാസം, അവരിപ്പോൾ ഒരു മാനസികമായ ഒരു പ്രയാസത്തിലാണ്. എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രയാസത്തിലാണ്. അത്
മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഡി ഹേമകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അനീഷ് കർത്ത സ്വാഗതവും പറഞ്ഞു. GTV ന്യൂസ്, ബാലരാമപുരം.